but not least, secret agent. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തരുത് എന്നൊക്കെ. അപ്പൊ ഈ യൂട്യൂബിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന പല ധീരന്മാരും ഇവരുടെ യൂട്യൂബിലുള്ള പ്രവൃത്തികൾ മറ്റും കണ്ടിട്ടും ഇവരെ ഓഡിഷനിലേക്ക് വിളിക്കുകയും അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്താ റിയാലിറ്റി എന്ന് വെച്ചാൽ ഇവരെല്ലാം പൊട്ടക്കിണറ്റിലെ തവളകളാണ്. ഈ യൂട്യൂബിൽ വന്നിരുന്ന ഡയലോഗ് അടിക്കുന്നവൻ 100% പൊട്ടക്കിണറ്റിലെ ഒരു തവളയെ പോലെയാണ് പെരുമാറുന്നത്. പഠിച്ച പോട്ടെ 100% ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ സത്യമാണെങ്കിലും മുഴുവൻ സത്യമല്ലെങ്കിലും. നമസ്കാരം. അങ്ങനെ നമ്മൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ രണ്ടുപേരും കൂടി ഒരു വീഡിയോക്ക് വരും. അല്ലേ ഇത് കുറേ കാലമായി ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം പിന്നെ വിളി വഴിക്ക് വന്നിട്ടില്ല. തിരക്കായതുകൊണ്ട് മാത്രമല്ല അങ്ങനെ ഒരു ടോപ്പിക്കും ഇല്ല, ഒന്നുമില്ല. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ മാത്രം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണല്ലോ രണ്ടുപേരും ചെയ്തിരുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ള ഒരു ടോപ്പിക് ഉണ്ടായിട്ടില്ല അല്ലേ. പിന്നെ സോഷ്യൽ റെലവൻറ്റ് ഇഷ്യൂസാണ് ഞാൻ കൂടുതൽ റിയാക്ട് ചെയ്തിരുന്നത്. അതിൽ ഇവള് വരുന്നില്ല എന്നും പറയും. കാരണം വല്ലാതെ നെഗറ്റീവ് അടിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ടോപ്പിക്ക് പറയുമ്പോൾ പറയും ഞാൻ ഇല്ല ഔട്ടേട്ടാ എന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനെ ഇന്ന് വീണ്ടും ഈ ഒരു ടോപ്പിക്ക് പറയാനുള്ള കാരണം വെച്ചാൽ അഖിൽ മാരാരുടെ ഒരു ഇൻ്റർവ്യൂ മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് പുതിയൊരു യൂട്യൂബ് ചാനലിൽ അതിൽ അഖിലിൻ്റെ ഇൻ്റർവ്യൂസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അഖിൽ മാത്രമേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ തോന്നുന്നു. അങ്ങനെ പുതിയൊരു ചാനലുണ്ട്. നല്ല റാങ്കർ ആട്ടോ. കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു കുറച്ച് ഡീസൻസിക്ക് കീപ്പ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ആങ്കർ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട് അഖിൽ മാരാരുടെ. ആ ഇൻ്റർവ്യൂ ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കണ്ട ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതെന്തുകൊണ്ടാണ് എടുത്തിടാൻ കാരണം വെച്ചാൽ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു റെലവൻറ്റ് ടോപ്പിക്ക് സീക്രട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഈ ചാനലുകാരതിൻ്റെ കാര്യം ഒരു തമ്മിലായിട്ട് ഇട്ടു തന്നെയാണ്. ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ. കാരണം ഇവർ തമ്മിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവർ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇത് ഇറങ്ങി പോകുന്നതിന് മുന്നേ പോയി കഴിഞ്ഞിട്ടും എല്ലാവരും തമ്മിൽ ഒരു കോൾഡ് വാർ, ഒരു ഓൺഗോയിങ് വാർ അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചെന്താ അറിയാം ഇവർ തമ്മിൽ ഇതൊക്കെ സോർട്ട് ഔട്ട് ആയിട്ടുണ്ടാവും. കാരണം ഇന്നലെ ഞാൻ എന്തോ ഒരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ബിഗ് ബോസിന്റെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള എല്ലാവരും കൂടി അപ്പം പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടാവും എനിക്ക്. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അങ്ങോട്ടും കൊണ്ടും ചളിവാരി അറിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു കോണ്ടന്റ് കിട്ടും അല്ലേ ഇത്. അപ്പോൾ ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. പിന്നെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ അഖിലും പറഞ്ഞ പല കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ ഇത്. പക്ഷെ ബിഗ് ബോസിൽ പോണതിന് മുമ്പ് അഖിൽ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. ബിഗ് ബോസിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അതിന് അറിയില്ലായിരുന്നു. അത് അയാൾ തന്നെ പറയണതോ. അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. സൈഡ് കേസ് മാത്രമല്ല ജാസ്മിൻ്റെ കേസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സിബിൻ്റെ കേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ വീഡിയോയിൽ കിടക്കാം. ചിലപ്പോൾ വീഡിയോ ലെങ്തി ആവാൻ മതി. കാരണം അത് ഏകദേശം ഒരു 5-6 മിനിറ്റ് ഉണ്ട് കേട്ടോ. കണ്ണാടിയുടെ മുന്നിൽ നിന്നൊരു സിംഹത്തിന്റെ പടത്തെ നോക്കി കുറുക്കന് വെല്ലുവിളിക്കാം. ഒരു കുഴപ്പമില്ല. ഫോട്ടോയിലിരിക്കുന്ന സിംഹം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ കുറുക്കൻ എന്ത് കാണിക്കാം. മറ്റേതാ പറഞ്ഞാൽ നിന്നെ വിട്ടും കുത്തും. ഇത് ഒരുത്തുന്ന വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്റെ പൊന്നോ കുറുക്കന്റെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേക്കുന്നത്. സിംഹത്തെ പടത്തിരിക്കുന്ന സിംഹത്തെ നോക്കിയാൽ വെല്ലുവിളിക്കുന്നത്. ഇത് സിംഹത്തെ കണ്ടാൽ മറ്റേ മുള്ളി തൂറി ആ പരിസരത്ത് പോലും പോകാതെ ഓടും. ഇതൊക്കെയാണ് ഈ പറഞ്ഞ യൂട്യൂബിലെ വീരവാദികൾക്ക് റിയാലിറ്റിയിൽ എത്തുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ സീസണിൽ ഇത് എന്താണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ എടുക്കാനുള്ള കാരണം എന്താ പറയുക. ഇപ്രാവശ്യം സീസണിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്ന ഒരു സീസണായിരുന്നു അല്ലേ. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പറയുന്ന സിജോ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സായി ആണെന്നുണ്ടെങ്കിലും സിജോ ഇപ്പം ജാസ്മിനൊക്കെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണെന്ന് വിചാരിക്കുക. പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് വിമർശിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ വിമർശനം ഏറ്റുകൊണ്ടിട്ടുള്ള ആൾക്കാർ അവർക്ക് ഏത് ചാൻസ് കിട്ടുന്നു ആ ചാൻസിന് കിട്ടിയടിക്കും. പിന്നെ അഖിലിനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ലോകം മുഴുവനും ബിഗ് ബോസ് കണ്ട എല്ലാവരും പറയുന്ന കാര്യങ്ങൾ പിന്നെ അഖിലിൻ്റെതായ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ഇരുന്ന് സ്റ്റുഡിയോയിൽ സംസാരിക്കുന്ന പോലെ എല്ലാവരും ലൈവ് എൻവയോൺമെന്റിൽ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ കേസിലും തന്നെ നമ്മളെ കേസിൽ പിന്നെ നമ്മൾ ബിഗ് ബോസിലൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല അത് സത്യം തന്നെയാ പറഞ്ഞത്. ഇങ്ങനെ വന്നിരുന്നിട്ട് പറയണ പോലെ ഒന്നല്ല ശരിക്കും നേരിട്ട് സംസാരിക്കുന്നത് ലൈവ് എൻവയോൺമെന്റ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ വന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അതിനേ പറ്റുള്ളൂ. ലൈവിൽ ഇരുന്നിട്ട് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അല്ല മീൻസ് ലൈവിലല്ല ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന്. അതെ യെസ്. പക്ഷെ എല്ലാവരെ കുറിച്ചും അല്ല കേട്ടോ. നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ. ഞാനിപ്പം ഈ അടുത്തിടയ്ക്ക് പറയാണ് സിബിൻ ഓരോ ദിവസം ഓരോ കഥകൾ ഉണ്ടാക്കുകയാണ്. അവൻ ഉടായ്പാണെന്ന് പറയുന്നത്. അപ്പം ഈ ഉടായ്പിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഈ ഒരു കഥ അല്ലെങ്കിൽ അവർ ആരോപിക്കപ്പെടുന്ന ഈ കഥയെ അത് അഖിൽമാരാരും അവരോടൊപ്പം നിൽക്കുമ്പോൾ അഖിൽമാരാരും ആ ഒരു ഇമേജിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അത് സത്യമാണെന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണോ താങ്കൾ ഈ ഫൈറ്റ്? അതായത് ഓരോ ദിവസവും ഓരോ കഥയും ഉണ്ടാക്കുന്നു തന്നെ വെച്ചോളൂ. ചെന്നൈയിലെ ഒരു പോലീസ് ഓഫീസർ പരമകീർത്തി എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ ഈ വിഷയം മനസ്സിലാക്കി ഈ വിഷയത്തിനെ ശക്തമായിട്ട് അനുകൂലിച്ച് നിൽക്കത്തക്ക ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ട് ചാനലിൽ വന്നിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന വിന്നറായാലും കണ്ടസ്റ്റന്റ് ആയാലും ആദ്യം മനസ്സിലാക്കണം. ഇത്രയും വലിയ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിക്ക് നേരിട്ട അനീതി വ്യക്തമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടത്. കേസ് അതായത് ആ പോലീസ് ഓഫീസർ കേസെടുത്തത് സ്വാധീനത്തിന് അയാൾ വഴങ്ങിയിട്ടില്ല. അവിടെ സ്വാധീനം പോകാഞ്ഞിട്ടല്ല.
ഡയറക്റ്റ് ഇവരെ വിളിച്ചു, ഓരോരുത്തരെയും വിളിപ്പിച്ചു, മൊഴിയെടുക്കാൻ വേണ്ടിയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇത് അയാൾ എടുത്തത് ഇതേ കണക്ക് മാനിപ്പുലേറ്റഡ് കഥ കേട്ടിട്ടാണോ സത്യം മനസ്സിലാക്കാതെയാണോ എന്നുള്ളത് ഈ പറഞ്ഞ ആൾക്കാർ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്താ അറിയോ, ഇത് ഈ സിബിന്റെ കേസിൽ ജാസ്മിൻ പുറത്തിറങ്ങിയതിന് ശേഷം ജാസ്മിൻ ഒരു ഇന്റർവ്യൂ കൊടുത്തു റീസെന്റ് ആയിട്ട്. മറ്റേ നമ്മളെ റസ്മിനായിട്ട് അല്ല, ജാസ്മിൻ ആകെ ഒരു ഇന്റർവ്യൂ ജാസ്മിൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിന് 4-5 പാർട്ടൊക്കെ. 5 പാർട്ട് വൈറ്റ് വാഷിംഗ്, 5 പാർട്ട് പെയിന്റടി ആയിരുന്നു. സഹിക്കാൻ പറ്റാത്ത പെയിന്റടി. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂവിൽ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് സിബിനെ കുറിച്ച്. അതായത് സിബിന്റെ പേര് പോലും എടുത്ത് പറയാൻ താല്പര്യമില്ല. പ്രേമിക്കേണ്ട കേസ് പറഞ്ഞപ്പോൾ അവനെ മന്മഥൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരു സിബിനൊരു മറുപടി ആയിട്ട് മമ്മദറാസ എന്നുള്ളൊരു ഒരു എന്താ പറയുക വായടപ്പിക്കുന്ന രീതിയിൽ അല്ലേ, വായടപ്പിക്കുന്ന രീതിയിൽ റീല് കൊടുത്ത് അടിപൊളി സർക്കാസ്റ്റിക് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പോൾ സിബിനെ ഭയങ്കര മോശമായിട്ട് കടന്ന് ആക്രമിക്കുന്ന രീതിയിലാണ്. സിബിൻ്റെ യഥാർത്ഥ ഇഷ്യൂ എന്ന് വെച്ചാൽ സിബിൻ ജാസ്മിനായിട്ടല്ല സിബിന് പ്രോബ്ലം ഉണ്ടായിരുന്നത്. സിബിനെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളി ചെയ്ത് ഈ കണ്ട കോലത്തിലൊരു മനുഷ്യനാക്കിയെടുക്കുന്നത് ഈ പറയുന്ന സോ കോൾഡ് ഈ ഫാൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സംഗതിയാണ് ഇയാൾ പറഞ്ഞത്. ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം സിബിനെ പറ്റി പറഞ്ഞു. അതായത് സിബിനെ പറ്റി ജാസ്മിൻ പറഞ്ഞതിനുള്ള ഒരു സംഭവമാണ് അഖിൽ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ അത്രയും എന്താ വെച്ചാൽ ബിഗ് ബോസിൽ വിന്നറായാലും അതിൻ്റെ കൂടെ വന്നിട്ടുള്ള വിന്നർ ആവാത്ത ആളായാലും കൂടെ വന്നിട്ടുള്ള ആളായാലും ഒരുമിച്ച് പറയാൻ കാരണം വെച്ചാൽ റസ്മിനും കൂടി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇവര് തന്നെ, അതായത് ഞാൻ പറഞ്ഞ ഇപ്പം സാബുമോൻ തന്നെ ബിഗ് ബോസിൽ ആൾക്കാരെ തന്തയ്ക്കും വിളിച്ച് ആളുകളെ തെണ്ടുകളെ വിളിച്ചിട്ട് വീഡിയോസ് നേരത്തെ വന്നിട്ടുണ്ട്. എന്നോട് അദ്ദേഹം ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇവരുടെ മര്യാദകേടുകളെ കുറിച്ചിട്ട് വളരെ പച്ചയായ ഒരു നാടൻ ഭാഷയിൽ തെറി ഉൾപ്പെടെ ചേർത്ത് വിളിച്ചതും എൻ്റെ ചെവിയിൽ കിടപ്പുണ്ട്. സിബിനോട് അദ്ദേഹം പറഞ്ഞത് കിടപ്പുണ്ട്. പിന്നീട് ഷോയുടെ ആൾക്കാർ വിളിച്ച് ഷോയിൽ എനിക്ക് ഞാൻ അറിഞ്ഞത് നല്ല പൈസ കൊടുത്ത് പെർ ഡേയിൽ നല്ല ശമ്പളം കൊടുത്ത് അദ്ദേഹത്തെ അകത്തേക്ക് വിളിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം. അദ്ദേഹവും ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ FIR-ൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാളും തമ്മിൽ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസിനെ കുറിച്ചിട്ടും എനിക്കറിയാം. അവരൊരുമിച്ചിട്ട് ഒരു പുതിയൊരു പരിപാടി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫേവറിസം അവർക്ക് കാണിക്കേണ്ടി വരുന്നത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പിന്നെ വെച്ചാൽ സിബിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ സിബിൻ ഓൾറെഡി കേസ് കൊടുത്തിട്ടുള്ള സംഭവമാണ്. സാധാരണ ഇപ്പോൾ ഈ കഴിഞ്ഞ ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പറയുന്ന സമയത്ത് സിബിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്. കാരണം കേസ് കൊടുത്ത് പോലീസർ FIR, അത് നമ്മുടെ പോലീസുകാർ നീതിപീഠോ ഇതിനൊന്നും യാതൊരു വിലയില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ്റെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം സംസാരം ഉണ്ടായത്. അതൊരു മനുഷ്യൻ പോലീസിൽ കേസ് കൊടുത്ത് അതിന് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു കേസിന് അത് തട്ടിപ്പാന്ന് പറയുന്ന ഊളകളെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കുക. വോട്ടെവർ, അതാണ് അഖിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ സംഗതികൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഡിസ്കഷൻ ഉണ്ടായപ്പോൾ സിബിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുകൂലിച്ചിട്ട് സിബിൻ പറയുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ അന്ന് അഖിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അനുകൂലിച്ച് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ അനുകൂലിച്ച് സംസാരിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ വരിക. പിന്നെ എന്താ വെച്ചാൽ ഇവരെല്ലാം കൂടി നേരെ വിവിൻ്റെ നിലയ്ക്ക് കുതിര കയറി പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ആരും തിരിച്ചൊന്നും പറയാം. നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞില്ലേ, നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞു, അതിനെക്കുറിച്ച് ഈ മുണ്ടണ്ടായിരിച്ചു വിട്ട കേസാണ്. അപ്പം എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് വെള്ളപൂശി കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ അഖിലിൻ്റെ ഈ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നത്. ഒരു എന്താ പറയുക, ഒരു പക്ഷേ സീസണിലെ വിന്നറൊക്കെ ആയേക്കാൻ മറ്റാരേക്കാളും അർഹതയുള്ള ഒരു കുട്ടിയായിരുന്നു ജാസ്മിൻ. ഞാൻ ഷോ അധികം കാണാത്തത് കൊണ്ട് എനിക്ക് അധികം അറിയില്ലെങ്കിൽ കുറേയൊക്കെ ഞാൻ ആ കുട്ടിക്ക് നേരിടുന്ന സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അകത്ത് മറ്റുള്ളവർ, കാരണം ഇതിങ്ങനെ ഇത്തവണ ഈ ലോകത്തിന് കഥ അറിയാതെ മറ്റേതിൻ്റെ ഗതി അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് 10 ദിവസം തൊട്ട് ലോകത്ത് കിടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ അകത്തുള്ള ആൾക്കാരെ അറിയിച്ച് അങ്ങനെ അത് ഇതൊരു സീരിയലായിരുന്നു. ഇത്തവണ ബിഗ് ബോസിനെ നമ്മളൊരു ബിഗ് ബോസ് ഒന്നും പറയാൻ പറ്റില്ല. ഇത് പുറത്തുള്ള ആൾക്കാരെ എത്ര പേരിനകത്ത് കയറി ഇങ്ങനെ ഇൻഫർമേഷൻസ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ താൻ എത്രത്തോളം സൈബർ ബുള്ളിങ്ങിന് വിധേയമാകുന്നു എന്ന് അറിഞ്ഞിട്ടും ഭയങ്കര കോൺഫിഡൻറ്റോട് കൂടി നമ്മളെ പിടിച്ചിരുന്ന മത്സരാർത്ഥിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത്. പുറത്ത് അവരുടെ പെരുമാറ്റത്തിലുള്ള ശരി തെറ്റുകളോ വൈകൃതങ്ങളോ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിലുപരി മനസാന്നിധ്യത്തോടു കൂടി തനിക്ക് ചുറ്റിനും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി കരുത്ത് കാണിച്ച ഒരു പെൺകുട്ടിയാണ്. ബിഗ് ബോസിൽ തന്നെ ഒരുപക്ഷെ വന്നു പോയിട്ടുള്ളതിൽ ഒരു 23 വയസ്സുള്ള ഒരു ധീരയായ ഒരു കുട്ടി എന്നൊക്കെ നമുക്ക് പറയാം. നമ്മളെ സമൂഹം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അതിപ്പം ഇതൊക്കെ മാറും. ഈ ഇഷ്ടവും വെറുപ്പൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതിന് 6 മാസം കഴിയുമ്പോൾ അതൊക്കെ മാറിപ്പോകും. കുറേ അഖിൽ ഈ പറഞ്ഞിട്ടുള്ള സംഭവം എന്താ സംഗതി ചോദിച്ചാൽ ജാസ്മിനെ കുറിച്ചിട്ടുള്ള ഓരോരുത്തരുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് അഖിലിനോട് ചോദിക്കുകയാണ്. അഖിലിനോട് ചോദിക്കുന്ന സമയത്ത് അഖിൽ സാബുമോൻ്റെ കാര്യം പറയുമ്പോൾ സാബുമോനെ അത്രയധികം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. സാബുവിൻ്റെ കാര്യങ്ങൾ എന്താ സീസൺ ഞാൻ കണ്ടിട്ടില്ല. രജിത് സാറിന് എന്തുകൊണ്ട് ഇത്രയധികം സപ്പോർട്ട് കിട്ടി എന്നുള്ളത് അറിയാതെ രജിത് സാറിന് ഇഷ്ടമാണെന്നുള്ള രീതിയിലാണ് അഖിൽ സംസാരിച്ചത്. റോബിനെ കുറിച്ച് ചോദിച്ചു. റോബിൻ ഒരു കാരണക്കാരാണ് ഞാൻ ഇതിക്ക് വരാനുള്ളത് പറഞ്ഞു. പിന്നെ ശോഭനെ കുറിച്ച് ചോദിച്ചു. ശോഭനെ കുറിച്ച് ഞാൻ എൻ്റെ വിജയത്തിന് ഒരു പങ്ക് കാരണം ശോഭയ്ക്കാണ്. സത്യമാണ്. അങ്ങനത്തെ കാര്യം വളരെ ക്ലിയർ ആയിട്ടാണ് അഖിൽ പറഞ്ഞിട്ടുള്ളത്. എവിടെ സംസാരിക്കുകയാണെന്ന്. അതെ. ഇതിനിപ്പോൾ ആകെ എന്താ വെച്ചാൽ ജാസ്മിനെ കുറിച്ച് സംസാരിച്ചാൽ എൻ്റെ ഒരു കണ്ടുപ്രായം
പ്രകാരം ഒരു 90-95% അഖില് പറഞ്ഞതിനോട് യോജിക്കുന്നു അല്ലേ? ഇത് നമ്മൾ യോജിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള നമ്മൾ വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് സമ്മതിക്കണം ജാസ്മിൻ എന്ന് വിചാരിക്കാറുണ്ട് എത്രയോ പ്രാവശ്യം. പക്ഷെ നമ്മൾ ഇത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഒരു ടീമിനും അറിയാം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ടീമിനൊക്കെ ആകെ അറിയാൻ എന്താ അറിയോ, ജാസ്മിനെ കുറ്റം പറഞ്ഞത് മാത്രമേ അറിയണ്ടാവുള്ളൂ. ജാസ്മിനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞ വാചകതാണ്. ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ആയിരുന്നു ഇപ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം ടോപ്പ് 5 വിന്നിംഗ് പൊസിഷന് യോഗ്യതയുള്ള ഒരു വ്യക്തി. പക്ഷെ എന്താ സംഭവിച്ചത് അവിടെ? അല്ല, അതുപോലെ ഗബ്രീൻ്റെ കാര്യവും പറഞ്ഞിട്ടോ, ഗബ്രിക്കും അതേ അത്യാവശ്യം ടോപ്പ് 5 നല്ലൊരു ചാൻസ് ഉള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷെ ഇത് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ പുറത്തൊരാളെ വെച്ച് ഒരാൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അതിനുള്ളിൽ ചെന്നിട്ടുള്ള കളിച്ചിട്ടുള്ള സംഭവം ഒരു മെജോറിറ്റി സൊസൈറ്റിക്ക് സമൂഹത്തിന് എനിക്ക് കണ്ടിട്ട് മെജോറിറ്റി സൊസൈറ്റിക്ക് അതൊന്നും ഒരു വിഷയമല്ലാത്ത പോലെ അത് നമുക്ക് തോന്നല്ലേ. ആ തോന്നലാണ് ഇവിടെ PR എന്നുള്ളൊരു സംഭവം. മനസ്സിലായോ? സംഗതി എന്താ വെച്ചാൽ ഇവർ പറയുന്ന PR എല്ലാ ഭാഗത്തും ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പം നടക്കുന്നത് ഒരു തരം വെളുപ്പിക്കലാണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ മാക്സിമം സംസാരിച്ച കാര്യം എത്രയാണ്, ഈ ഒരു കേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് മെജോറിറ്റി സൊസൈറ്റിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിക്കുന്ന സൊസൈറ്റിയിൽ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടാത്ത കാര്യം കൊണ്ടാണ് ജാസ്മിനെ വിമർശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതർവൈസ് ഈസ് എ വെരി ഗുഡ് ബിഗ് ബോസിന് പറ്റിയ പ്ലെയറാണ്. ഇപ്പോൾ ഇയാൾ പറഞ്ഞതിന് പിന്നെ 23 വയസ്സുള്ള ധീരയായ വനിത എന്ന് പറഞ്ഞതിൽ മാത്രമേ എനിക്ക് ആ ഒരു 5% ഉള്ളൂ. അങ്ങനെ നമ്മൾ ഒരു ധീരയായ വനിത അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, അതൊന്നും നമ്മൾ യോജിക്കുന്നില്ല. നമ്മുടെ അഭിപ്രായം കേട്ടോ, ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യാസ അഭിപ്രായം ഉണ്ടാവും, റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ എൻ്റെ തോന്നലല്ല ഇത് ഞങ്ങൾക്ക് തന്നെ, ഞങ്ങൾ രണ്ടുപേർക്കും അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ജാസ്മിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരെ കുറിച്ച് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആ ഒരു വീഡിയോന് തംബ്നെയിലായി വന്നു, സീക്രട്ട് ഏജൻറ്റിനെ പറ്റി. സായിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത്. നമ്മൾ അൺഫോർച്ചുനേറ്റ് ആണ് നടക്കുന്ന കാര്യങ്ങൾ, പക്ഷേ ആസ് യു സോ യു റീപ്പ് എന്ന് പറയും. അതായത് സായിയുടെ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, സായി ഇത്രയും കാലം ഒരുപാട് പേരെ എടുത്ത് വിമർശിച്ചിരുന്നു. സായിയുടെ പല വീഡിയോസിലും കണ്ടു, സായി ഏതൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഈ മോശം കമൻറ്റ് വരുന്ന കാര്യങ്ങളെ കുത്തിക്കൊള്ളിച്ച് അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തോണ്ടിരിക്കുക. സെപ്പറേറ്റ് അതിന് വേണ്ടി വീഡിയോ അത് അദ്ദേഹം പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവും. പക്ഷേ ഈ ഓവർ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡെസ്പറേറ്റ് ആണ് എന്നുള്ളതും നമ്മളത് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇപ്പോൾ അൺഫോർച്ചുനേറ്റ് ആയിട്ടാണ് ചില ആൾക്കാരൊക്കെ കമൻറ്റൊക്കെ ചെയ്യുന്നത്. ഇത് മുഴുവനും അങ്ങനെ ഒരു PR പരിപാടി റിലേറ്റഡ് ആയിട്ടില്ല. പക്ഷേ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു ശതമാനം PR ഉണ്ടോയെന്ന് അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയില്ല. പക്ഷേ അതിനുള്ളിൽ കണ്ടിട്ടുള്ള കളി വിലയിരുത്തിയിട്ട് പിന്നെ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരും തിരിച്ചടിക്കും. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്ത് നാളെ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. നമ്മൾ ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു, ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജന്റ് എന്ന മൃഗമല്ല, ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി, സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിലുണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ട പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു. പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്ത് പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം. അതവനില്ല. അവിടാണ് അവന് പറ്റിയ മിസ്റ്റേക്ക്. ഇപ്പം ആൾക്കാർ തെറി പറയുന്നതൊന്നും പ്രശ്നമല്ല. ഇപ്പം നമ്മൾ സന്തോഷമാണ്, അതിനകത്ത് ഒരു പ്രശ്നമില്ല. അങ്ങനല്ല മറ്റേത് നമ്മൾ, അതായത് ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്ത് പോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും ഒന്നും താൻ അകത്തു നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ലാതും, എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം. പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത്, ഗാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത്. ഇത് എല്ലാവരോടും കാണിക്കാനുള്ളൊരു മാന്യത ഞാൻ ഇനി പുലർത്തണം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കേ അറിയത്തുള്ളൂ ആ രാഷ്ട്രീയക്കാരന്റെ ഇതെന്താ സംഭവം ഉണ്ടായിരുന്നു. അത് പക്ഷെ എല്ലാവരും അറിയേണ്ട കാര്യം. ഇതിൽ സംഭവം എന്താ പറയുക, ഇതിപ്പോൾ ഇന്ന് വാചകടിക്കുന്നവരെല്ലാവരും കേട്ടോ. ഇതിപ്പോൾ എന്താ അത് എല്ലാ മേഖലയിലും അത് ബാധകമാണ്. ഇതിൽ വേറെ സംഗതി എന്താ പറയുക, ഈ ഇവൻ ഇങ്ങോട്ട് പോലെ, അതായത് ഇവൻ പുറത്ത് ഉള്ളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആദ്യത്തെ പ്രതികരണം തന്നെ എന്തോ വലിയ മാസമായിട്ട് മാരാർ കിട്ടുന്നുണ്ട്. ഒരാവശ്യം അതിൻ്റെ ഇല്ലായിരുന്നു.
ഇങ്ങനെയാണ് ഷോ എന്ന് ഞാൻ അറിഞ്ഞില്ല, സീരിയസ്ലി മക്കളെ ഇത് ഇങ്ങനെയാണ് ഷോ എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ഒരു വാചകത്തിൽ തീരുമായിരുന്ന സംഭവം വീണ്ടും വീണ്ടും പിന്നെ ശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് ഇരക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല വീഡിയോസ് ഇട്ടിട്ട് ഈ ഒരു സിറ്റുവേഷനിലാക്കി കൊണ്ടുപോയി അല്ലേ. സത്യം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഫോൺ വന്ന് കട്ടായി പോയി. എന്തായാലും ആ ഇൻ്റർവ്യൂവിൻ്റെ കംപ്ലീറ്റ് പോർഷൻ ഇതിൽ മൂവി വേൾഡ് മീഡിയ അല്ലേ അതിലുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം പിന്നെ അല്ലേ ഇവളൊന്നും കാര്യമായിട്ടൊന്നും മുണ്ടിട്ടില്ല. വേറെ ഏതോ ഉണ്ടായിട്ടില്ല കുട്ടിയോട് ഒന്ന് ഉറക്കം മുക്കാതെ അല്ല ഉറക്കത്തിൽ അതിനെ പറഞ്ഞ കാര്യമില്ല. കാരണം 5 മണിക്ക് നീക്കുന്നതാണ് കുട്ടികളെ സ്കൂളൊക്കെ തുറന്നിട്ട്. ഞാൻ കുട്ടിയോട് ഞാൻ ഉറങ്ങി തൂങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ സംസാരിക്കാൻ എനിക്ക് മാത്രം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. എന്നാ പോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എനിക്ക് അഖിൽ പറഞ്ഞ ഒറ്റ കാര്യക്ക് പറയുള്ളൂ. ഞാൻ അഖിലിന്റെ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അഖിൽ പറയുന്നതോട് ഫുള്ളായിട്ടും യോജിച്ചു. എനിക്ക് ഫുള്ളായിട്ട് ശരിയാണ് തോന്നി. അല്ലെങ്കിലും എനിക്ക് ഈ ബിഗ് ബോസ് ഞാൻ ഈ ബിഗ് ബോസ് എപ്പോഴും കാണുന്ന ഒരാളല്ല. എല്ലാ സീസണിലും ബിഗ് ബോസിൽ കറക്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു അടിപൊളി കണ്ടസ്റ്റന്റ് ആയിരുന്നു അഖിൽ. അതെല്ലാം കൊണ്ടും പറയാതിരിക്കാൻ പറ്റില്ല. ഏതൊരു വിഷയം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഒക്കെ വളരെ പരിതാപകരായിരുന്നു. അഖിൽ ശരിക്കും കഴിഞ്ഞ ആ സീസണിൽ വരേണ്ട ആളല്ല എന്ന് വരെ തോന്നിയിട്ടുണ്ട്. അതിന് മുമ്പത്തേക്ക് സീസണിൽ വരണമായിരുന്നു. കാരണം അഖിൽ അത്രയും പിന്നെ അഖിൽ സംസാരിക്കുന്ന വെറുതെ ഒരു കാര്യം അഖിൽ പറയില്ല അല്ലെ, അതിലൊരു സംഭവം ഉണ്ടാവും. അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. ബാക്കി വേറെ എന്താ അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ അടുത്ത ഏത് വീഡിയോയിൽ ഇവിടെ ഉണ്ടാവാറില്ല. കാരണം ഇതുപോലത്തെ ടോപ്പിക്ക് വരുന്ന സമയത്ത് അല്ലേ. പിന്നെ ഒരു സംഭവം കൂടി പറയട്ടെ, നമ്മുടെ ഒരു വീഡിയോൻ്റെ വേറൊരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിൽ നമ്മളെ ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ടേക്ക് കെയർ, ബൈ.